ഗുരുവായൂർ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് ഗുരുവായൂർ ആറാട്ടിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ പൂർണ്ണ ചൈതന്യത്തോടെ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഒരു നോക്ക് കാണാൻ, ഒന്ന് വന്ദിക്കാൻ അനേകായിരം ജനങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടി നിൽക്കുന്നത്. തെക്കേ നടയിൽ നിന്നുള്ള കാഴ്ചയാണിപ്പോൾ കാണുന്നത്. സന്ധ്യയ്ക്ക് കൊമ്പൻ ഗുരുവായൂർ നന്ദൻ്റെ പുറത്തേറി ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളി. ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് നിറപറകൾ ഒരുക്കി ഭക്തർ കാത്തുനിൽപ്പായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തെല്ലാം നിറപറകളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഭഗവാന്റെ സ്വർണ്ണക്കോലത്തിൽ പഞ്ചലോഹത്തിടമ്പാണ് ഇന്ന് എഴുന്നള്ളിക്കുന്നത്. ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഏക ദിവസമാണിന്ന്. ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് ഭഗവാന്റെ ചൈതന്യം തന്ത്രി പൂർണ്ണമായി പഞ്ചലോഹത്തിടമ്പിലേക്ക് ആവാഹിച്ച് ആണ് ഇന്ന് ഗ്രാമപ്രദക്ഷിണത്തിനായി യാത്രാബലിക്കായി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. എഴുന്നള്ളിപ്പ് പുറത്തെത്തിക്കഴിഞ്ഞാൽ 5 ആനകളുടെ അകമ്പടിയോടെ ക്ഷേത്രപ്രദക്ഷിണം പൂർത്തിയാക്കും. 5 ആനകളുടെ അകമ്പടിയോടെ, പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് എഴുന്നള്ളിപ്പ് വടക്കേ നടയിലെത്തിയാൽ പഞ്ചവാദ്യം അവസാനിച്ച് പഞ്ചാരി മേളത്തിന് തുടക്കമാകും. പഞ്ചാരി മേളം തുടങ്ങി അല്പനേരം മുന്നോട്ട് നീങ്ങിയാൽ വടക്ക് കിഴക്കേ മൂലയ്ക്കലായിട്ടുള്ള മാവിൻ്റെ സമീപമുള്ള അടുത്തെത്തിയാൽ മേളം നിലയ്ക്കും. അവിടെ ഒരു സങ്കട നിവർത്തി ചടങ്ങുണ്ട്. പണ്ട് ഗുരുവായൂരപ്പൻ്റെ പട്ടോലക്കാര്യസ്ഥനായിരുന്ന കണ്ടിയൂർ പട്ടത്ത് നമ്പീശന് ദാരുണ മരണം സംഭവിച്ചത്, ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പിനെ സംരക്ഷിക്കുന്നതിനിടയ്ക്ക് ദാരുണ മരണം സംഭവിക്കുകയുണ്ടായി. ആ സങ്കടം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നും ആ കുടുംബത്തിലെ ഒരു അംഗം അവിടെ വന്ന് നിന്ന് സങ്കട നിവൃത്തിയായി എന്ന് പറഞ്ഞാലേ എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അങ്ങനെ ഒരു ചടങ്ങുണ്ട് അവിടെ. അപ്പോൾ കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ അവിടെ എത്തി സങ്കടമില്ല എന്നറിയിക്കുന്നതോടെ എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങുകയും ഭഗവതി കെട്ടിലെത്തി എഴുന്നള്ളിപ്പ് നേരെ ആറാട്ട് കടവിലേക്ക് ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും. ആറാട്ട് കടവിൽ സ്വർണവും മഞ്ഞളും ചേർത്ത് ഇടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി കൊണ്ട് ഗുരുവായൂരപ്പൻ അഭിഷേകം നടത്തും. അതിനുശേഷം ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹത്തിടമ്പുമായിട്ട് തന്ത്രി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി നിവരും. ശേഷം പൂജകൾ ചെയ്തതിന് ശേഷം ഇളനീരഭിഷേകം ചെയ്യും. വീണ്ടും ക്ഷേത്രക്കുളത്തിൽ തന്ത്രിയും മോദിക്കന്മാരും പരിവാരങ്ങളും എല്ലാം ചേർന്നിട്ട് മുങ്ങിക്കയറുന്നതോടെ ആയിരക്കണക്കായ ഭക്തജനങ്ങൾ ക്ഷേത്രക്കുളക്കടവിൻ്റെ ചുറ്റുഭാഗത്തും കാത്തുനിന്ന ആയിരക്കണക്കായ ഭക്തജനങ്ങൾ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഗംഗാസ്നാനം ചെയ്ത പുണ്യത്തോടെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിക്കും. ഗംഗയെയും വരുണനെയും പുണ്യതീർത്ഥങ്ങളെയും ആവാഹിച്ച രുദ്രതീർത്ഥത്തിലാണ് ഭഗവാന്റെ ആറാട്ട്. ഭഗവാന്റെ ആറാട്ട് കഴിയുന്നതോടെ ഒന്നുകൂടി പുണ്യത്തിലെത്തുന്ന രുദ്രതീർത്ഥത്തിൽ ഒന്ന് മുങ്ങി നിവർന്നാൽ തങ്ങളുടെ ജന്മം സഫലമായി എന്ന് വിശ്വസിക്കുന്ന അനേകായിരം ഭക്തജനങ്ങളാണ് ഇന്ന് രാത്രി 10 മണിയോട് കൂടിയിട്ട് ആറാട്ടിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ആറാട്ട് കഴിഞ്ഞ് ഭഗവതിയുടെ വാതിൽമാടത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാനെ നേരെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ദേവി എന്ന പിടിയാനയുടെ പുറത്താണ് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പ് മാത്രമായിട്ട് എഴുന്നള്ളിക്കുന്നത്. എഴുന്നള്ളിപ്പ് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കിടക്കുമ്പോൾ വടക്കേപ്പാട്ട് രാജീവ് വാര്യർ മുല്ലപ്പൂക്കൾ വിതറി ഭഗവാന്റെ എഴുന്നള്ളിപ്പിനെ സ്വീകരിക്കും. മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി നിറപറകൾ വച്ച് ഭഗവാന്റെ എഴുന്നള്ളിപ്പിനെ ആനയിക്കും, സ്വീകരിക്കും. അതിനുശേഷം ക്ഷേത്രത്തിനകത്ത് 11 ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കും. 11 ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കി ഭക്തജനങ്ങൾ ആനയുടെ പിന്നാലെ ഭഗവാന്റെ മുന്നിലായിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ജപിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിലായിട്ട് ക്ഷേത്രത്തിന് ചുറ്റും 11 ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കും. ഈ ഓട്ടപ്രദക്ഷിണം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊടി ഇറക്കുന്നതോടു കൂടിയിട്ട് തന്ത്രി കൊടിമരത്തിൽ നിന്ന് കൊടി ഇറക്കുന്നതോടു കൂടിയിട്ട് ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാകും. കൊടിയിറക്കി ചൈതന്യമെല്ലാം ആവാഹിച്ച് തിരിച്ചാവാഹിച്ച് നേരെ ശ്രീലകത്തെത്തി പഞ്ചലോഹത്തിടമ്പിലെ ഈശ്വര ചൈതന്യം, വൈഷ്ണവ ചൈതന്യം ഗുരുവായൂരപ്പനിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചതിന് ശേഷം 25 കലശം എന്ന ചടങ്ങ് നടക്കും. ഈ 25 കലശം എന്ന ചടങ്ങ് ഇന്നത്തെ ഒരു അപൂർവ സവിശേഷതയാണ്. 25 കലശത്തിന് ശേഷം അത്താഴപൂജ കഴിഞ്ഞാൽ വിളക്കെഴുന്നള്ളിപ്പ് എന്നീ പതിവ് ചടങ്ങുകൾ നടക്കും. സാധാരണ കൊടിയിറങ്ങുന്നതോടെ ഉത്സവം സമാപിച്ച് ക്ഷേത്രം അടയ്ക്കുമെന്നാണ് പല ഭക്തരുടെയും ധാരണ. എന്നാൽ ക്ഷേത്രത്തിനകത്ത് ഇത്തരമൊരു ചടങ്ങ് കൂടിയുണ്ട്. അർദ്ധരാത്രിയോടെയാണ് കൊടിയിറങ്ങുക. അതിനുശേഷം
1 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് ക്ഷേത്രമടയ്ക്കുക. സാധാരണ പതിവ് ചടങ്ങുകളായ ഉച്ചപൂജ ചടങ്ങാണ് വാതിൽമാടത്തിൽ ആറാട്ട് കഴിഞ്ഞാൽ നടക്കുക. അതിനുശേഷം അത്താഴപൂജ അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് വിളക്കെഴുന്നള്ളിപ്പുണ്ട്. ഈ വിളക്കെഴുന്നള്ളിപ്പും അത്താഴപൂജയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം അടയ്ക്കുക. ഒരു വർഷത്തെ 10 ദിവസത്തെ ഉത്സവമാണ് ഇന്ന് പൂർത്തിയാകുന്നത്. ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണ തേജസ്, പൂർണ്ണ ചൈതന്യം ആവാഹിച്ച പഞ്ചലോഹത്തിടമ്പാണ് ഇന്ന് എഴുന്നള്ളിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. വർഷത്തിൽ ഒരു ദിവസം മാത്രം, ഈ ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹത്തിടമ്പ് എഴുന്നള്ളിക്കുന്നത്, അതും ഭഗവാന്റെ പൂർണ്ണ ചൈതന്യത്തോടെ. അതുകൊണ്ട് ഇന്നത്തെ എഴുന്നള്ളിപ്പിന്, ആറാട്ട് ദിനത്തിലെ എഴുന്നള്ളിപ്പിന് സവിശേഷതയേറെയാണ്. ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ആകെ പ്രസരിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഈ എഴുന്നള്ളിപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തർ മുഴുവൻ അനുഗ്രഹീതരാകുന്നു. ആ ചൈതന്യം മുഴുവൻ അവർക്ക് ലഭിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണാർപ്പണം.